ഹായ് ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. രഹന തന്റെ റൂമിൽ കിടന്നു കരഞ്ഞു. വിവാഹവും വിവാഹമോചനവും തന്റെ ജീവിതത്തിൽ വന്ന ഓരോ കാമുകന്മാരുടെയും ചിത്രവും അവളുടെ മനസ്സിൽ മാറി മാറി തെളിഞ്ഞു. സങ്കടം സഹിക്കാനാവാതെ അവൾ ആർത്തു കരഞ്ഞു. ഷഹനയും ഖദീസയും രഹനയെ സൈക്കോളജിസ്റ്റിന്റെ മുന്നിലെത്തിച്ചു. ആർക്കാണ് പ്രശ്നം? ഡോക്ടർ ചോദിച്ചു. ഇവൾക്കാണ്, രഹനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഷഹന പറഞ്ഞു. നിങ്ങൾ ഒന്ന് പുറത്തു നിൽക്കുമോ? ഡോക്ടർ ഷഹനയോടും ഖദീസയോടും പറഞ്ഞു. അവർ പുറത്തേക്കിറങ്ങി. രഹന തന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. രഹന മൊബൈലിൽ ഫേസ്ബുക്ക് നോക്കി കിടന്നപ്പോൾ മെസ്സഞ്ചറിൽ ഒരു പയ്യൻ ചാറ്റിങ്ങിനെത്തി. അരുൺ ശങ്കർ. താമസിയാതെ അവർ പ്രണയത്തിലായി. എനിക്ക് നിന്നെ ഒന്ന് കാണണം രഹന, ഒരു ദിവസം അരുൺ രഹനയോട് പറഞ്ഞു. അതിനെന്താ, കാണാലോ. എവിടെ വെച്ച്? നീ കോഴിക്കോട് ബീച്ചിൽ വാ, അവിടെ വെച്ച് നമുക്ക് കാണാം. അരുൺ രഹനയെ കാണാൻ കോഴിക്കോട് ബീച്ചിലെത്തി. ചാറ്റൽ മഴയുണ്ട്. അരുൺ തന്റെ ബാഗിൽ നിന്നും കുടയെടുത്ത് നിവർത്തി രഹനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കടൽ തീരത്തിലൂടെ നടന്നു. നമുക്കൊരു സിനിമക്ക് പോയാലോ? കടൽ തീരത്ത് കൂടി നടക്കുന്നതിനിടയിൽ അരുൺ ചോദിച്ചു. ആയിക്കോട്ടെ അരുൺ. സിനിമ തിയേറ്ററിൽ അരുണിന്റെ നെഞ്ചിൽ ചാരിക്കിടന്ന് രഹന സിനിമ കണ്ടു. എനിക്ക് നല്ല ക്ഷീണം രഹന, അരുൺ രഹനയുടെ കാതിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ വന്നതല്ലേ, അതിന്റെ ആവും. അരുൺ, നമുക്ക് ഹോട്ടലിൽ മുറിയെടുക്കാം, അരുൺ പറഞ്ഞു. രഹന ഞെട്ടി. ഹോട്ടലിൽ മുറിയെടുക്കുകയോ? അത് വേണോ? തുടരും. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.